നമ്മൾ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു വാക്കാണ് ADHD. എന്താണ് ADHD? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. കുട്ടികളിൽ കണ്ടുവരികയും മുതിർന്നവരിൽ തുടർന്ന് പോകുന്ന ഒരു രോഗാവസ്ഥയാണ് ADHD. കുട്ടികളിൽ കണ്ടുവരുന്ന ഈ ഒരു മാനസികാവസ്ഥ ഇന്നത്തെ സാമൂഹ്യ സാഹചര്യങ്ങളുമായി ഏറെ ബന്ധമുള്ളതാണ്. ഇതിനെ 3 തരങ്ങളായിട്ടാണ് പറയുന്നത്. അതായത് ഇമ്പൾസീവ് ഹൈപ്പർ ആക്ടിവിറ്റി, ഇൻഅറ്റൻറ്റീവ് ആൻഡ് കമ്പൈൻഡ് പ്രസന്റേഷൻ. അതായത് കുട്ടികളിൽ ഉണ്ടാകുന്ന ശ്രദ്ധക്കുറവ്, റെസ്റ്റ്ലെസ്നെസ്, മറ്റു കുട്ടികളെ ഉപദ്രവിക്കൽ, ആക്സിഡന്റ് പ്രോൺ ആയിട്ടുള്ള ബിഹേവിയർ, ശ്രദ്ധിക്കാൻ പഠനത്തിൽ പിന്നോക്കം നിൽക്കുക, ഇതൊക്കെയാണ് കുട്ടികളിൽ കണ്ടുവരുന്നത് ADHD. എന്നാൽ ഇതിനെ മുതിർന്നവരിൽ കണ്ടുവരുമ്പോൾ അഡൽട്ട് ADHD എന്നാണ് പറയുന്നത്. അതായത് ജോലി സ്ഥാപനങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അവർക്ക് ഒന്നിനും പ്ലാൻ ചെയ്യാൻ സാധിക്കാത്തത്, ഒന്നും ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാത്തത്, സ്ഥിരതയില്ലായ്മ, പ്രിയോറിറ്റൈസ് ചെയ്യാൻ സാധിക്കാത്ത ഒരു അവസ്ഥ, സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതൊക്കെയാണ് മുതിർന്നവരിലെ ADHD. ADHD എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ്. അതായത് കുട്ടികളിലെ ബ്രെയിനിലെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ വ്യതിയാനമാണ് ADHDക്ക് കാരണമാകുന്നത്. കുട്ടികളിലെ ജനനത്തിലെ ഭാരക്കുറവ്, അതുപോലെ തന്നെ ജനിതക ഘടകങ്ങൾ, മസ്തിഷ്കത്തിലെ ആഘാതം, വളർന്നു വരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെയാണ് ADHDക്ക് കാരണമാകുന്നത്. കൃത്യസമയത്ത് നമ്മൾ ഇതിനെ തിരിച്ചറിയുകയാണെങ്കിൽ ഒരു മികച്ച മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ സഹായത്തോടുകൂടി ട്രീറ്റബിൾ ആയിട്ടൊരു കണ്ടീഷനാണ് ADHD.